അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും പൊങ്ങി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പല പ്രശ്നങ്ങളും തുടക്കം കുറിച്ചിരിക്കുന്നതാണ്. അമ്മയിലെ 20 അംഗങ്ങൾ ട്രേഡ് യൂണിയൻ ആരംഭിക്കാൻ സമീപിച്ചു ബി ഉണ്ണികൃഷ്ണൻ. അതായത് അമ്മ കമ്മിറ്റി രണ്ടായി പോയി എന്നാണ് പലരും പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. അതെ 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 പല പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഞാൻ ഒരു പത്രം കൊണ്ടു അമ്മയിൽ പൊട്ടിത്തെറി പിളർന്നേക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഭിന്നത രൂക്ഷമായ താരസംഘടന അമ്മയിൽ പൊട്ടിത്തെറി. ട്രേഡ് യൂണിയന്റെ രൂപീകരണത്തിന് ഒരു വിഭാഗം നീക്കം തുടങ്ങി. ഇതിന്റെ ഭാഗമായി 17 നടന്മാരും 3 നടിമാരും ഫെഫ്കയെ സമീപിച്ചു. അഭിനേതാക്കളുടെ യൂണിയനായി ഫെഫ്കയിൽ അഫിലിയേറ്റഡ് ചെയ്യാനുള്ള നീക്കം. യൂണിയൻ രൂപീകരണ ആവശ്യവുമായി താരങ്ങൾ സമീപിച്ചുവെന്ന് ഫെഫ്കെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. അമ്മയുടെ സ്വത്വം നിലനിർത്തി പുതിയ സംഘടനയെക്കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. ട്രേഡ് യൂണിയൻ രൂപീകരിച്ച ശേഷം അംഗങ്ങൾ ഫെഫ്കയെ സമീപിച്ചാൽ മാത്രം തുടർ നടപടികൾ ആലോചിക്കാമെന്ന് ഫെഫ്കെ അറിയിച്ചതായും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം പുതിയൊരു സംഘടനയെ നിലവിലെ സാഹചര്യത്തിൽ ഫെഫ്കയിൽ ഉൾപ്പെടുത്തുന്നതിന് പരിമിതികളുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നിലവിൽ 21 യൂണിയനുകളാണ് ഫെഫ്കയ്ക്ക് കീഴിലുള്ളത്. പുതിയൊരു യൂണിയനെ അഫിലിയേറ്റഡ് ചെയ്യണമെങ്കിൽ ജനറൽ കൗൺസിലിന്റെ അംഗീകാരം വേണം. അഭിനേതാക്കൾ ട്രേഡ് യൂണിയൻ രൂപീകരിച്ചതിനും ഔദ്യോഗികമായി ഫെഫ്കയെ സമീപിച്ചാലേ ജനറൽ കൗൺസിൽ വിഷയം ചർച്ചയിൽ എത്തുകയുള്ളൂ. അല്ലെങ്കിൽ യൂണിയൻ രൂപീകരിക്കാനും ഫെഫ്കയിൽ അഫിലിയേറ്റഡ് ചെയ്യാനും ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയ അംഗങ്ങളുടെ കൃത്യമായ പേര് വിവരങ്ങൾ ഉൾപ്പെടെ നൽകി സമീപിക്കണം എന്നാണ് ഫെഫ്കയുടെ ഈ അമ്മ എന്നൊരു യൂണിയനെ പറ്റി പറയാനുള്ളത്. അമ്മ യൂണിയൻ പിളരാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ള ഹേമ കമ്മിറ്റിയെ പറ്റി തന്നെ പറയാനുള്ള ഒരു കാര്യമാണ് WCCയെ മാത്രമാണ് കേട്ടത്. ഹേമ കമ്മിറ്റിക്കെതിരെ ഫെഫ്കെ അറിയിച്ചത്. അതായത് WCC എന്ന് പറഞ്ഞാൽ സ്ത്രീ സംഘടനയാണ്. ആ സ്ത്രീ നേതാക്കളെ മാത്രം കേട്ടിട്ടാണ് ഇത്തരത്തിലുള്ള പുരുഷന്മാർക്കെതിരെ കുറ്റവാളികൾക്കെതിരെ ഭയങ്കര ശക്തമായ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടുള്ളതെന്നുള്ളതിന് ഒരു വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. വിമൻ ഇൻ സിനിമ കളക്ടീവ്സിനെ ഒഴിവാക്കിയുള്ള സംഘടനകളിൽ നിന്ന് ഹേമ കമ്മിറ്റി വിവരശേഖരണം നടത്തിയിട്ടില്ലെന്ന ഗുരുതര ആരോപണമായി ഫെഫ്കെ. എന്തടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി ആളുകളെ കണ്ടത്? നിർമ്മാതാക്കളുടെ സംഘടന അമ്മ ഫെഫ്ക അംഗങ്ങളെയൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടതെന്നും ഫെഫ്കെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച ആളുകളും 15 അംഗ പവർ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേരുകളും പുറത്തു വരണം. സാക്ഷികളിൽ ചിലർ പ്ലാൻ ചെയ്തതാണ് 15 അംഗ പവർ ഗ്രൂപ്പ് മാഫിയയും. സിനിമയിൽ ഇത് അസാധ്യമാണ്. പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണുള്ളത് നിയമപരമായി പുറത്തു വരണം. ഓഡിഷൻ പ്രക്രിയ സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ. കാസ്റ്റിംഗ് കോൾ എന്നൊരു പ്രശ്നമില്ല. ലൈംഗിക അതിക്രമം സംബന്ധിച്ച് 2 പരാതികളാണ് ലഭിച്ചത്. അത് പരിഹരിച്ചുവെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പക്ഷെ എന്നാൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പല നടന്മാരും പ്രമുഖ നടന്മാരടക്കമുള്ള നടന്മാർ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നത്. നമ്മുടെ മോഹൻലാൽ സാർ വരെ അതിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്ന് മോഹൻലാൽ സാർ തന്നെ പറഞ്ഞായിരുന്നു. മോഹൻലാൽ സാർ തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിരുന്നു. അതെ അതെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ സ്ത്രീകൾക്ക് എതിരെ മാത്രം WCC മാത്രമുള്ള ആൾക്കാരെ അല്ല, എല്ലാവരിൽ നിന്നും നിയമങ്ങളും കറക്റ്റായിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഏറ്റവും കൂടുതൽ സംസാരിച്ച ആള് രഞ്ജിത്ത് സാറിനെ പറ്റിയായിരുന്നു. എന്താണെങ്കിലും അതെ, ബംഗാളി നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. AIG പൂങ്കുഴലിയുടെ ഓഫീസിലാണ് ചോദ്യം ചെയ്തത്. രാവിലെ 11 മണിയോടെയാണ് രഞ്ജിത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. ചോദ്യം ചെയ്യാൻ 2 മണിക്കൂർ നീണ്ടു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയത്. കോടതിയുടെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം ഹർജി തീർപ്പാക്കിയിരുന്നു. അതായത് അദ്ദേഹത്തിന് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. എന്താണെങ്കിലും ജയസൂര്യയുടെ ജാമ്യ ഹർജി 21 പരിഗണിക്കും. സിദ്ദിഖിന്റെ ഹർജി വിധി പറയാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വ്യത്യസ്തതയുണ്ടോ എന്നാണ് പറയുന്നത്. 2019 മുതൽ ഇതിനകത്ത് ഈ യുവതി പറയുന്നുണ്ട് തന്നെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയെന്ന്. പക്ഷെ FIR രജിസ്റ്റർ ചെയ്യും മുമ്പ് തന്നെ സംഭവം നടന്നത് മുറിയെക്കുറിച്ച് യുവതി പറഞ്ഞിരുന്നു. മുറി അത് തന്നെ എന്ന് പോലീസ് സ്ഥിരീകരിച്ചെന്ന് കോടതിയെ അറിയിച്ചിട്ടു. തുടർന്നാണ് ജസ്റ്റിസ് CS ഡയസ് ജാമ്യാപേക്ഷ വിധി പറയാനായിട്ട് മാറ്റി. അതായത് പ്രതികൾ ശക്തരായതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്ന യുവതിയുടെ വിശദീകരണവും കോടതി പരിഗണിച്ചാണ് ഇരിക്കുന്നത്.